വർഗീയ കോമന സിദ്ധാന്തങ്ങളെ മുഴുവൻ. ഇന്ത്യ എല്ലാവരുടെയും മണ്ണാണ്. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ, രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ, ജീവിക്കുന്ന നാടിന്, ആ നാടിന്റെ പരിണാമത്തിന് വേണ്ടി, ആ നാടിന്റെ പ്രബുദ്ധതയ്ക്ക് വേണ്ടി, ആ നാടിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുക, സ്പന്ദിക്കുക, അതിന്റെ ഏറ്റവും വലിയ വിപ്ലവാത്മകമായിട്ടുള്ള തിരകളെ മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് ദേശസ്നേഹം. അല്ലാതെ പ്രാകൃതമായ മനുസ്മൃതികളുടെയോ അല്ലെങ്കിൽ ഏറ്റവും യാഥാസ്ഥികമായ ചിന്തകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഹിന്ദുവിന് മാത്രമേ ജീവിക്കാൻ പാടൂ, മറ്റുള്ള മതങ്ങൾക്കും മത അനുയായികൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ദേശസ്നേഹമല്ല, അതാണ് രാജ്യദ്രോഹം. അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തിന് മുഴുവൻ, രാജ്യത്തിന്റെ 10,000-കണക്കിന് കൊല്ലങ്ങളുടെ സാംസ്കാരിക പൈതൃകങ്ങളെ മുഴുവൻ ഉപനിഷത്തിന്റെയും രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും പിന്നീട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിശുദ്ധ ബൈബിളിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും എല്ലാം പൈതൃകത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രം ഹിന്ദുവിന്റേതാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരായിട്ടുള്ള ആഞ്ഞടിക്കലായിരിക്കണം ഇന്ത്യയുടെ എല്ലാവിധ ബഹുസ്വരതയും ഉയർത്തെഴുന്നേൽക്കുന്നത്. RSSന്റെ പൈതൃകം ഈ നാടിനാപത്താണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം ഇന്ത്യയെ ഹൈന്ദവവൽക്കരിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നരേന്ദ്രമോദി റെഡ് ഫോർട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന് പോലും വളരെ വ്യതിയാനങ്ങൾ വരുത്തുന്ന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വിഷയം അദ്ദേഹം ഉന്നയിച്ചത് തന്നെ ആക്രമണോത്സുകമായിട്ടുള്ള നയത്തിന് തുടക്കമിടുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. ഹിന്ദു എപ്പോഴും പുരാണപ്രകാരം സമാധാനകാംക്ഷികളാണ്. ഏകം സദ്വിപ്രാ ബഹുധാവദന്തി എന്ന് വേദം ഋഗ്വേദത്തിന്റെ തുടക്കത്തിൽ പറയുമ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് സത്യം ഒന്നേയുള്ളൂ, മനുഷ്യന്മാർ പലതും സത്യത്തിനെ പല രൂപത്തിൽ പറയുന്നുവെന്ന് മാത്രം.